Good morning and welcome to the third chapter in your novel drug delivery system unit 2, that is implantable drug delivery system. It's also known as IDDS. IDDS എന്ന ഒരു ഷോർട്ട് ഫോമിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, implantable drug delivery system. Coming to the introduction, implants are small sterile solid masses consisting of highly purified drug which is made by compression, molding or extrusion. Implants എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്റ്റെറൈൽ സോളിഡ് മാസസ് ഓഫ് ദി ഡ്രഗ് ആൻഡ് പോളിമർ. അപ്പോൾ ഇത് സ്റ്റെറൈൽ ആയിരിക്കാൻ കാരണം എന്താ? ബിക്കോസ് ദേ ആർ ഇംപ്ലാന്റഡ് ഇൻ ദി ബോഡി എയ്തർ സബ്ക്യൂട്ടേനിയസ്ലി ഓർ ഇൻട്രാമസ്കുലർലി. അപ്പോൾ ശരീരത്തിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം all type of microorganisms and its spores. These are sterile solid mass which is a mixture of drug and polymer. The drug and polymer both should be highly purified, and this is made by compression, molding or extrusion. ഈ 3 പ്രോസസ്സുകൾ വഴിയാണ് സാധാരണ ഇംപ്ലാന്റ് ഉണ്ടാക്കാറുള്ളത്. ആ പ്രോസസ്സിനെ കുറിച്ചൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല, ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം പഠിക്കുക: കംപ്രഷൻ, മോൾഡിങ് ആൻഡ് എക്സ്ട്രൂഷൻ. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ദിസ് ഈസ് അപ്ലൈഡ് ത്രൂ എ മൈനർ സർജിക്കൽ പ്രോസസ് ഓർ ഇൻജക്റ്റഡ് വിത്ത് ദ യൂസ് ഓഫ് എ ലാർജ് ബോർ നീഡിൽ. അതായത് ഗേജ് സൈസ് കൂടിയ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർജിക്കൽ ഇൻസിഷൻ ചെയ്തിട്ടോ ആണ്, സർജിക്കൽ പ്രോസസ്സ് വഴിയാണ് ഇത് സാധാരണ ഇംപ്ലാന്റ് ചെയ്യാറുള്ളത്. ആൻഡ് ദെയർ ഇഫക്റ്റ് മേ ബി ലോക്കൽ ഓർ സിസ്റ്റമിക്. അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് മാത്രം ഡ്രഗ് ഡെലിവറി അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്, ദാറ്റ് ഈസ് ലോക്കൽ ഇഫക്റ്റ്, ഓർ ഇറ്റ് മേ ബി സിസ്റ്റമിക്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ കണ്ടിന്യൂസ് റിലീസ് ഓഫ് ദി ഡ്രഗ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. നമ്മുടെ സസ്റ്റെയിൻഡ് ഡ്രഗ് ഡെലിവറിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദി റിലീസ് ഓഫ് ഹോർമോൺസ്. വെറ്റിനറി പർപ്പസിന് വേണ്ടിയിട്ട് സാധാരണ എനിമൽസിലൊക്കെ ഇംപ്ലാന്റ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ഹോർമോൺസിൻ്റെ ഇംപ്ലാന്റ്സ്, ഗ്രോത്ത് ഹോർമോണിൻ്റെയൊക്കെ ഇംപ്ലാന്റ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻസിലാണെങ്കിൽ ഇൻസുലിൻ പമ്പ് അവൈലബിൾ ആണ്. ഇൻസുലിൻ പമ്പ് ബോഡിയുടെ ഉള്ളിൽ ഒരു സർജറി വഴി വെക്കുന്ന ഇൻസുലിൻ പമ്പ് ഒരു തരം ഇംപ്ലാന്റ് തന്നെയാണത്. ദെൻ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ഡെലിവറിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കീമോതെറാപ്യൂട്ടിക്സ്, ക്യാൻസറിൻ്റെ ടാർഗറ്റഡ് ഡെലിവറി, ലോക്കലൈസ്ഡ് ട്യൂമറിലേക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് ഡ്രഗ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ട്യൂമറിൻ്റെ അടുത്ത് വയ്ക്കുന്ന ഇംപ്ലാന്റ്സ്. പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡെലിവറി, അതുപോലെ ഹെപ്പാരിൻ്റെ ഡെലിവറിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും ഡ്രഗ്സാണ് സാധാരണ ഇംപ്ലാന്റ്സ് വഴി സാധാരണ ഡെലിവറി. പ്രധാനമായിട്ട് ഹോർമോൺ, സ്റ്റിറോയിഡ്സ്, കീമോതെറാപ്യൂട്ടിക്സ്, ആൻറ്റിബയോട്ടിക്സ്, ഹെപ്പാരിൻ, ഇതെല്ലാമാണ് ഇംപ്ലാന്റ്സ് വഴി ഡെലിവറി ചെയ്യാറുള്ളത്. Then coming to the advantages and disadvantages. അപ്പോൾ നമ്മൾ സാധാരണ കൺട്രോൾ ഡ്രഗ് ഡെലിവറിക്കുള്ള എല്ലാ അഡ്വാൻറ്റേജും ഇംപ്ലാന്റ്സിനുണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഗിവ്സ് എ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി. റേറ്റ് കൺട്രോൾ ചെയ്തിട്ട് റിലീസ് സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് പേഷ്യൻ്റ് കംപ്ലയൻസ്. ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിന് ഡ്രഗ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട, സമയാസമയങ്ങളിൽ ഡ്രഗ് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്തോളും. ദെൻ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. ദെൻ ഇറ്റ് ക്യാൻ ബൈപ്പാസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ലിവറിനെ ബൈപ്പാസ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തെ ഉണ്ടാകില്ല. ദെൻ ഡിക്രീസ്ഡ് സൈഡ് ഇഫക്ട്സ്. ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് സൈഡ് ഇഫക്ട്സ് കുറവായിരിക്കും എന്നുള്ളത്. സോ ദാറ്റ് അഡ്വാൻറ്റേജ് ബിക്കംസ് എ അഡ്വാൻറ്റേജ് ഫോർ ഇംപ്ലാന്റ്സ് ഓൾസോ. ദെൻ ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് ബയോ അവൈലബിലിറ്റി. സോ ദീസ് ആർ ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് IDDS or implantable drug delivery system. Then they have some disadvantages also. The first disadvantage is that a surgery is required for the application. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. ഒരു സർജറിക്ക് വിധേയനാവുക എന്നുള്ളത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. സോ അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ദെൻ ദി തെറാപ്പി കനോട്ട് ബി സിംപ്ലി ഡിസ്കണ്ടിന്യൂഡ്. ഇപ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് തോന്നുകയാണ്, അപ്പോൾ പേഷ്യൻറ്റിന് സ്വന്തമായ രീതിയിൽ മരുന്ന് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഹി ഹാസ് ടു ഗോ ടു ദി
hospital get admitted and again has to undergo a surgery to remove the implant. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. cannot be simply discontinued. Then reactions between host and implant. അപ്പോൾ ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്ലാന്റിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. Then sometimes when the implant gets or implant fails, it may not release the active pharmaceutical ingredient in the desired manner. അപ്പോൾ ഒരു ഡിവൈസ് ഫെയിലിയറിൻ്റെ സമയത്ത് ഇന്നാഡിക്വേറ്റ് റിലീസ് ഓഫ് API സംഭവിക്കാവുന്നതാണ്. ഡ്രഗ് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യില്ല, ചിലപ്പോൾ റേറ്റ് വ്യത്യാസപ്പെടാം. അങ്ങനെയൊക്കെ ഒരു ഡിവൈസ് ഫെയിലിയറിൻ്റെ സമയത്ത് സംഭവിക്കാവുന്ന ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ദീസ് ആർ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനി കൺസെപ്റ്റ്സ് ആണ്. ഇംപ്ലാൻസിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇംപ്ലാൻസ് കൺസെപ്റ്റ് ഇൻട്രൊഡക്ഷൻ, ദെൻ കംസ് ദി അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ കൺസെപ്റ്റ്സ് ഓഫ് ഇംപ്ലാൻസ് ആൻഡ് ഓസ്മോട്ടിക് പമ്പ്സ്. ഇത്രയാണ് നിങ്ങളെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. കൺസെപ്റ്റ് പ്രകാരം ഇംപ്ലാൻസിനെ നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ ഈ 3ലും ഉള്ള ഡിവൈസുകളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഓസ്മോട്ടിക് പമ്പ്സിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ സിലബസിൽ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് എല്ലാറ്റിനെ കുറിച്ചിട്ടും ജനറലി കുറച്ച് നമുക്ക് പഠിക്കണം. സ്പെസിഫിക് ആയിട്ട് ഓസ്മോട്ടിക് പമ്പിനെ കുറിച്ചിട്ടും പഠിക്കണം. അപ്പോൾ എല്ലാ ഡിവൈസുകളെ കുറിച്ചും നമ്മളിവിടെ പഠിക്കില്ല. ഓരോന്നിലെയും ഓരോ ക്ലാസിഫിക്കേഷനിലെയും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡിവൈസുകൾ മാത്രം പഠിക്കും. ഓസ്മോട്ടിക് പമ്പ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസിൽ ഓസ്മോട്ടിക് പമ്പ് എന്ന് അതുപോലെ തന്നെ പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കും. സോ ഇംപ്ലാന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് into rate programmed drug delivery system or rate programmed implants, then activation modulated implants and feedback regulated implants or feedback regulated process. അപ്പോൾ എങ്ങനെയാണ് ഡ്രഗ് ഇംപ്ലാന്റ് എന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണിത്. അപ്പോൾ റേറ്റ് പ്രോഗ്രാമിൽ തന്നെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് റേറ്റ് പ്രോഗ്രാംഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ വരുന്നത്. ഒന്ന് മെംബ്രെയിൻ പെർമിയേഷൻ, 2 മെട്രിക്സ് ഡിഫ്യൂഷൻ, 3 ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് ഡിവൈസ്. ഇത് 3 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് 3 തന്നെയാണ് ഇവിടെയും വരുന്നത് റേറ്റ് പ്രോഗ്രാംഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ. ദെൻ കംസ് ആക്ടിവേഷൻ മോഡുലേറ്റഡ് ഡ്രഗ് ഡെലിവറി. ആക്ടിവേഷൻ മോഡുലേറ്റഡിൽ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ പ്രസൻസിലാണ് ഡ്രഗ് റിലീസ് ചെയ്യുക. ആ എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് അതിന് നമ്മൾ ഫിസിക്കൽ ആക്ടിവേഷൻ എന്നും കെമിക്കൽ ആക്ടിവേഷൻ എന്നും 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആക്ടിവേഷനിൽ എക്സ്റ്റേണൽ ഏജൻറ്റ് ക്യാൻ ബി ഓസ്മോട്ടിക് പ്രഷർ ഓർ വേപ്പർ പ്രഷർ ഓർ ഫോണോഫോറസിസ്. ഫോണോഫോറസിസ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ആണ് ആ എക്സ്റ്റേണൽ ഏജൻറ്റ് വിച്ച് റിസൾട്ട്സ് ഇൻ ദി ഡെലിവറി ഓഫ് ഡ്രഗ്. ഫോണോഫോറസിസിൽ അൾട്രാസൗണ്ടിനെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ദെൻ ഹൈഡ്രേഷൻ, ദെൻ മാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് ഡ്രഗ് ഡെലിവറി സംഭവിപ്പിക്കുന്നത്. ഇത്രയാണ് ഫിസിക്കൽ ആക്ടിവേഷനിൽ വരുന്ന ഏജൻറ്റ്സ്. ദെൻ കെമിക്കൽ ആക്ടിവേഷനിൽ ഹൈഡ്രോളിസിസ് ആണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഡ്രഗ് ഡെലിവറി. ദെൻ ഫീഡ്ബാക്ക് റെഗുലേറ്റഡ് പ്രോസസ്സിൽ ബയോ ഇറോഷൻ എന്നൊരു മെത്തേഡുണ്ട്, ബയോ റെസ്പോൺസീവ് പ്രോസസ്സും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് പഠിക്കും. സോ ആദ്യം നമുക്ക് റേറ്റ് പ്രോഗ്രാംഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡ്രഗ് റിലീസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ് ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ ഓഫ് ദി ഡ്രഗ് റിസൾട്ട്സ് ഇൻ ദി ഡെലിവറി ഓഫ് ദി ഡ്രഗ് ആൻഡ് ഇറ്റ് ക്യാൻ ഒക്കർ അറ്റ് എ സ്പെസിഫിക് റേറ്റ്. അതിൽ ആദ്യം വരുന്നത് പോളിമർ മെംബ്രെയിൻ പെർമിയേഷൻ കൺട്രോൾ ഡ്രഗ് ഡെലിവറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഡ്രഗിൻ്റെ ഒരു റിസർവോയർ ഉണ്ടായിരിക്കും, അതിനെ കോട്ട് ചെയ്യുന്ന ഒരു പോളിമർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഈ മെംബ്രെയിനാണ് അതിൻ്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഓർമ്മയില്ലാത്തവർ ഫസ്റ്റ് യൂണിറ്റിൽ പോയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നോർപ്ലാന്റ് സബ്ഡെർമൽ ഇംപ്ലാന്റ്, അതുപോലെ ഒക്യുസേർട്ട് എന്ന് പറയുന്ന ഐയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ്. ഇത് രണ്ടും അതിൻ്റെ എക്സാമ്പിൾസ്, നോർപ്ലാന്റും ഒക്യുസേർട്ടും. സോ ബോത്ത് ഓഫ് ദം ആർ പോളിമർ മെംബ്രെയിൻ പെർമിയേഷൻ കൺട്രോൾ ഡ്രഗ് ഡെലിവറി. അതുകൊണ്ടല്ലേ പോളിമർ മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിനാണ് ഡ്രഗിൻ്റെ റിലീസിനെ കൺട്രോൾ ചെയ്യുന്നത്.
ദെൻ കംസ് മെട്രിക്സ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഓൾറെഡി പഠിച്ചതാണ്. ഡ്രഗിൻ്റെയും പോളിമറിൻ്റെയും ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഡ്രഗ് പുറത്തേക്ക് റിലീസ് വരിക. ഡ്രഗ് വിൽ ഡിഫ്യൂസ് ഫ്രം ദി ത്രൂ ദി പോളിമർ. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് ടൈപ്പാണ്. ഓൾറെഡി ഒരു ഡ്രഗ് പോളിമർ മെട്രിക്സും ഉണ്ടായിരിക്കും, അതിനെ കോട്ട് ചെയ്യുന്ന ഒരു റേറ്റ് കൺട്രോളിങ് മെംബ്രെയിനും ഉണ്ടായിരിക്കും. ഇതും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ടൈപ്പ്. ഇതിലൂടെ ഡിഫ്യൂഷനും നടക്കും, സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റമാണ്. രണ്ടും മെട്രിക്സിൻ്റെയും മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെയും ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഈ മെട്രിക്സ് ഹൈബ്രിഡ് ടൈപ്പ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെട്രിക്സ് ഡിഫ്യൂഷൻ കൺട്രോൾ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് നൈട്രോഡർ എന്ന് പറയുന്ന ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ദെൻ ഹൈബ്രിഡ് ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് നോർപ്ലാൻ 2. ഓക്കെ, ദെൻ കംസ് ആക്ടിവേഷൻ മോഡുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ ആക്ടിവേഷൻ മോഡുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ the drug release is facilitated by an external agent. ഒരു എക്സ്റ്റേണൽ എനർജി സപ്ലയറുടെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഡ്രഗ് റിലീസ് സംഭവിക്കുകയുള്ളൂ. ഇതിന് ആദ്യത്തെ ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ് ഹൈഡ്രേഷൻ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ ഇവിടെ ഹൈഡ്രേഷൻ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ നമ്മുടെ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the drug is homogeneously dispersed in a swellable hydrophilic polymeric matrix. അത് സ്വെല്ല് ചെയ്യുന്ന ടൈപ്പ് ഒരു പോളിമറിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതിലേക്ക് ഡ്രഗിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വാട്ടറിൽ ബോഡിയിൽ വയ്ക്കുമ്പോൾ ബോഡി ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഇതിലേക്ക് പെർമിയേറ്റ് ചെയ്യും, നമ്മുടെ ഡിവൈസിലേക്ക് പെർമിയേറ്റ് ചെയ്ത് വരും. അത് ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിൻ്റെ സർഫേസ് ലെയേഴ്സ് ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചെറിയ അതിൻ്റെ പോളിമർ ചെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അതായത് ചെറിയ പോർസ് രൂപപ്പെടും. ചെറിയ വാട്ടർ ഫിൽഡ് പോർസ് ആ ഡിവൈസിൽ രൂപപ്പെടുകയും അതിലൂടെ ഡ്രഗ് മോളിക്യൂൾ റിലീസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മെക്കാനിസം ഹൈഡ്രേഷൻ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ. അപ്പോൾ ദ ഡ്രഗ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓർ ഹോമോജിനിയസ്ലി ഡിസ്പേഴ്സ്ഡ് ഇൻ എ സ്വെല്ലബിൾ ഹൈഡ്രോഫിലിക് പോളിമറിക് മാട്രിക്സ്. വെൻ ഹൈഡ്രേഷൻ ഒക്കേഴ്സ്, the drug molecules get released through the microscopic water-filled pores in the swollen polymeric matrix. അപ്പോൾ സ്വെല്ല് ചെയ്യുമ്പോൾ ചെറിയ വാട്ടർ ഫിൽഡ് പോർസ് ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ ഡ്രഗ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ഇംപ്ലാന്റ് ആണ് നോർജെസ്റ്റോമെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജസ്റ്റിൻ ഉണ്ട്. സാധാരണ ഈ എനിമൽസിലൊക്കെ ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊജസ്റ്റിൻ ടൈപ്പ് ഓഫ് ഹോർമോണാണ്. അതിൻ്റെ റിലീസിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രോൺ എന്ന് പറയുന്ന ഇംപ്ലാന്റ് ഹൈഡ്രേഷൻ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ്. വെറ്റിനറി യൂസ് ചെയ്യുന്ന ഒരു ഇംപ്ലാന്റാണ് ഹൈഡ്രോൺ ഇംപ്ലാന്റ്. നോർജെസ്റ്റോമെറ്റ് എന്ന പ്രൊജസ്റ്റിൻ ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊജസ്റ്റിനാണ് ഇതിലെ ഏജൻറ്റ്. അപ്പോൾ ഹൈഡ്രേഷൻ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ ഹൈഡ്രേഷനാണ് ആ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വിച്ച് ട്രിഗേഴ്സ് ദി റിലീസ് ഓഫ് ദി drug. I hope it is clear. Then comes osmotic pressure activated drug delivery device. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് 5 മാർക്കിന് ഓസ്മോട്ടിക് പമ്പിനെ കുറിച്ചിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഏജൻറ്റ് which triggers the release of drug will be the difference in osmotic pressure. ഓസ്മോട്ടിക് പ്രഷറാണ് ഇവിടെ ഡ്രഗ് റിലീസിനെ ട്രിഗർ ചെയ്യുന്ന ഏജൻറ്റ്. ഈ ഡിവൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സ്റ്റേണൽ കമ്പാർട്ട്മെൻറ്റും ഒരു ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റും ഉണ്ടായിരിക്കും. ഈ ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഡ്രഗ് ഫില്ല് ചെയ്യുക. എക്സ്റ്റേണൽ കമ്പാർട്ട്മെൻറ്റ് ഒരു ഓസ്മോട്ടിക് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു സോൾട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ആ മൊത്തം ഡിവൈസിൻ്റെ ചുറ്റും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഈ ഡിവൈസ് ബോഡിയിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ വാട്ടർ ഈ ഓസ്മോട്ടിക് ഏജൻ്റ് ഉള്ള എക്സ്റ്റേണൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓസ്മോട്ടിക് പ്രഷർ കൂടും.
ഈ പ്രഷർ കാരണം ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റിന് മുകളിലാണ് ഈ പ്രഷർ ആക്ട് ചെയ്യുക. എന്നിട്ട് ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റിനെ കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഡ്രഗ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഇതിൽ 2 തരം ഡിവൈസുകളാണ് സാധാരണയായിട്ടുള്ളത്. ഒന്ന് അൽസെറ്റ് എന്ന് പറയുന്ന ഒരു ഓസ്മോട്ടിക് പമ്പും ഉണ്ട്, അതുപോലെ ഡ്യൂറോസ് എന്ന് പറയുന്ന ഒരു ഓസ്മോട്ടിക് പമ്പും ഉണ്ട്. രണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോവുകയാണ്. സോ ആദ്യം നമ്മൾ അൽസെറ്റ് എന്ന് പറയുന്ന പമ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അൾസെറ്റ് പമ്പിൽ ഒരു ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റ്. പിന്നെ ഒരു എക്സ്റ്റേർണൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്താണ് നമ്മുടെ സോൾട്ട് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഏജൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഇൻറ്റേർണൽ കമ്പാർട്ട്മെൻറ്റിനെയും എക്സ്റ്റേർണൽ കമ്പാർട്ട്മെൻറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ഈ കാണിച്ചിരിക്കുന്ന മെംബ്രെയിൻ. ഇത് ഇംപെർമിയബിൾ ടു വാട്ടറാണ് ഈ മെംബ്രെയിൻ. അപ്പോൾ ഡ്രഗ് ഉള്ളത് ആ മെംബ്രെയിൻ്റെ അകത്തുള്ള ഇതിലാണ്. ഈ ഐ എന്ന് കാണിച്ചിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലാണ് ഡ്രഗ് ഉള്ളത്. ഓസ്മോട്ടിക് ഏജൻ്റ് ഉള്ളത് ഇ എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഐയിനെയും ഇയിനെയും തമ്മിൽ ഈ നീല നിറത്തിലുള്ള മെംബ്രെയിനാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ, ഫ്ലെക്സിബിൾ ആയിരിക്കും, ഇംപെർമിയബിൾ ടു വാട്ടർ ആയിരിക്കും. അതിൻ്റെ നടുക്കാണ് നമ്മുടെ സ്പ്രേയിലുള്ളതൊക്കെ പോലെയുള്ള ഒരു ഡെലിവറി പോർട്ട് കാണും. നടുക്ക് വയലറ്റ് കളറിലുള്ളതാണ്. സ്പ്രേയുടെയൊക്കെ നടുക്ക് കണ്ടിട്ടില്ലേ, ഒരു ഡിപ്പ് ട്യൂബ് എന്ന് പറയുന്ന സാധനം, അതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. അതിൻ്റെ എൻഡിൽ ഒരു ഒറിഫൈസ് ഉണ്ടാക്കും, ഡ്രഗിനെ പുറത്തേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എൻഡിൽ ഇവിടെ ഒരു ഒറിഫൈസ് ഉണ്ടായിരിക്കും. ലേസർ ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യുന്നതാണ് ഈ ഒറിഫൈസ്. ഓക്കെ, ഇനി മൊത്തം ഡിവൈസിനെയും സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്ത്, ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന മെംബ്രെയിൻ സെമി പെർമിയബിൾ മെംബ്രെയിനാണ്, വാട്ടറിനകത്ത് കയറാൻ സാധിക്കും. അപ്പോൾ ബോഡിയിൽ ഈ ഡിവൈസ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പച്ച നിറത്തിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇ എന്ന് പറയുന്ന ചേംബറിലേക്ക് കയറും. ഇ എന്ന് പറയുന്ന ചേംബറിലാണ് നമ്മുടെ ഓസ്മോട്ടിക് ഏജൻറ്റ് അല്ലെങ്കിൽ സോൾട്ട് ഉള്ളത്. എന്നിട്ട് ഈ സോൾട്ട് ഡിസോൾവ് ആവും വാട്ടറിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇ എന്ന് പറയുന്ന ചേംബറിൻ്റെ വോളിയം കൂടും. വോളിയം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടിയ വോളിയം ഒരു ഹൈ ഓസ്മോട്ടിക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രഷർ എവിടെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ട്, ദിസ് പ്രഷർ വിൽ ആക്ട് ഓൺ ദി ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇംപെർമിയബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ്റെ മുകളിലാണ് ഈ പ്രഷർ ആക്ട് ചെയ്യുക. അപ്പോൾ ഈ മെംബ്രെയിൻ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഇംപെർമിയബിൾ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ഗെറ്റ്സ് കംപ്രസ്ഡ്. ഈ പ്രഷർ കാരണം ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന മെംബ്രെയിൻ കംപ്രസ്ഡ് ആകും. അത് കംപ്രസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആ പ്രഷർ കാരണം, കംപ്രഷൻ്റെ പ്രഷർ കാരണം ഡ്രഗ് ആ നടുവിൽ കാണിച്ചിരിക്കുന്ന ട്യൂബിലൂടെ പുറത്തേക്ക് തള്ളും. ആ ഒറിഫൈസിലൂടെ പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ് ഡ്രഗിൻ്റെ റിലീസ് സംഭവിക്കുന്നത് അൾസെറ്റ് പമ്പിൽ. ക്ലിയറായി എന്ന് കരുതുന്നു. ക്ലിയർ ആവാത്തവർ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ മെക്കാനിസം ഒന്നുകൂടെ കേൾക്കുക. അപ്പം ഇങ്ങനെയാണ് ഡ്രഗ് റിലീസ് സംഭവിക്കുന്നത് അൾസെറ്റ് പമ്പിൽ. So the drug to be delivered is filled into a core reservoir which is isolated from a chamber containing osmotic salt by a impermeable membrane. ഇപ്പോൾ 2 കോർ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഫിൽഡ് ആയിട്ടുള്ള റിസർവോയർ ആണ്. അതിന് പുറത്ത് എക്സ്റ്റേണൽ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന സോൾട്ട് ഫിൽഡ് ഇതുകൊണ്ട് ബോത്ത് ആർ സെപ്പറേറ്റഡ് ബൈ എ ഇംപെർമിയബിൾ മെംബ്രെയിൻ. And due to the presence of high concentration of salt, in the chamber surrounding the reservoir, water enters through the semi-permeable layer, and this entry of water increases the volume in the salt chamber, which causes compression of the flexible reservoir and the delivery of the drug solution into the host body via the exit port. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം.
So the first type of osmotic device is Ulset pump, and the second type of device is Duros pump. ഇപ്പോൾ ഡ്യൂറോസ് പമ്പിൽ ടൈറ്റാനിയം അലോയ് കൊണ്ടാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആൻഡ് ഡ്രഗ് റിലീസിന് വേണ്ടിയിട്ട് ഒരു ഒറിഫൈസ് ഉണ്ടായിരിക്കും, ഒരു ചേംബർ ഉണ്ടായിരിക്കും. ഈ ചേംബറിൻ്റെ അകത്താണ് ഡ്രഗ് ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ദർ വിൽ ബി എ പിസ്റ്റൺ, എ മൂവബിൾ പിസ്റ്റൺ. ദെൻ ഓസ്മോട്ടിക് ഏജൻറ്റ് നിറച്ചിരിക്കുന്ന മറ്റൊരു ചേംബർ കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് എൻഡ് കണ്ടെയ്ൻസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ടൈറ്റാനിയം അലോയ് കൊണ്ടാണ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരെൻഡിൽ ഒരു ഒറിഫൈസ് ഉണ്ടായിരിക്കും ഡ്രഗ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ എൻഡ് വിൽ ബി കവേർഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത എൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓസ്മോട്ടിക് ഏജൻറ്റ് അല്ലെങ്കിൽ സോൾട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ചേംബർ ഉണ്ടാകും, ഒരു പിസ്റ്റൺ ഉണ്ടാകും, ദെൻ ഡ്രഗ് റിസർവോയർ ഉണ്ടാകും. ഇത് ബോഡിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ വാട്ടർ ഓസ്മോട്ടിക് സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഉള്ളിലൂടെ വാട്ടർ ഓസ്മോട്ടിക് ഏജൻറ്റ് വെച്ചിരിക്കുന്ന ചേംബറിലേക്ക് വരികയും ഓസ്മോട്ടിക് ഏജൻറ്റ് അല്ലെങ്കിൽ സോൾട്ട് ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അഗെയിൻ ദി വോളിയം ഓഫ് ദാറ്റ് ചേംബർ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രഷർ ഓൺ ദി പിസ്റ്റൺ. പിസ്റ്റൻ്റെ മുകളിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും, പിസ്റ്റണെ തള്ളും. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും? പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡ്രഗ് വിൽ ഗെറ്റ് റിലീസ്ഡ് ത്രൂ ദി ഒറിഫൈസ്. സോ ദിസ് ഈസ് ദി മെക്കാനിസം ഓഫ് ഡ്രഗ് റിലീസ് ഫ്രം ഡ്യൂറോസ് ഓസ്മോട്ടിക് പമ്പ്. So the Duros pump is a cylindrical shaped device which consists of a reservoir made of inert titanium alloy which is capped at one end by a water permeable membrane. At the other end, a diffusion moderator through which the drug formulation is released from the drug reservoir caps the reservoir. The drug formulation, piston and osmotic agent are contained inside the cylinder. The piston separates the drug formulation from the salt or osmotic agent. Water enters the pump through the semi-permeable membrane, which increases the volume of the salt chamber, and this results the piston pushing the drug through the orifice. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡ്യൂറോസ് പമ്പ്. അപ്പോൾ ഓസ്മോട്ടിക് പമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോട്ടിക് പമ്പിനെ കുറിച്ച് പറയുമ്പോൾ ആക്ടിവേഷൻ മോഡുലേറ്റഡ് ഇംപ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് ഓസ്മോട്ടിക് പമ്പ് എന്നും, അവിടെ എക്സ്റ്റേണൽ ഏജൻറ്റ് വിച്ച് ട്രിഗേഴ്സ് ഡ്രഗ് റിലീസ് ഈസ് ദി ഓസ്മോട്ടിക് പ്രഷർ ക്രിയേറ്റഡ് ബൈ ദി ഓസ്മോട്ടിക് ഏജൻറ്റ് എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം യു ഹാവ് ടു എക്സ്പ്ലെയിൻ അൾസെറ്റ് പമ്പ് ആൻഡ് ഡ്യൂറോസ് പമ്പ് വിത്ത് ഡയഗ്രാംസ്. ഇനി ആക്ടിവേഷൻ മോഡുലേറ്റഡിലെ മറ്റൊരു ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ മോഡുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റമാണ് വേപ്പർ പ്രഷർ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇവിടെ ഒരു ഇൻഫ്യൂസേറ്റ് ചേംബർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വേപ്പർ പ്രഷർ ചേംബർ ഉണ്ടായിരിക്കും. ഇൻഫ്യൂസേറ്റ് ചേംബറിൻ്റെ അകത്താണ് നമ്മുടെ ഡ്രഗ് സൊല്യൂഷൻ ഉണ്ടാകുക. And this infusate chamber is separated from vapor pressure chamber by a flexible membrane. ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വേപ്പർ പ്രഷർ ചേംബറിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ വൊളറ്റൈലായി മാറുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണ് ഫില്ല് ചെയ്യുക, ലിക്വിഡ്സ് ആയിരിക്കും ഫില്ല് ചെയ്യുക. ബോഡി ടെമ്പറേച്ചറിൽ പെട്ടെന്ന് തന്നെ വേപ്പറായി മാറും. അപ്പോൾ ഇതിനെ ബോഡിയിൽ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വേപ്പർ പ്രഷർ ചേംബറിലുള്ള പെട്ടെന്ന് വൊളറ്റൈലായി മാറുന്ന ലിക്വിഡ് വേപ്പറൈസ് ചെയ്യപ്പെടും. അത് വേപ്പറൈസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ക്രിയേറ്റ് എ വേപ്പർ പ്രഷർ ഓൺ ദി ഫ്ലെക്സിബിൾ മെംബ്രെയിൻ. ഫ്ലെക്സിബിൾ മെംബ്രെയിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദർ വിൽ ബി ബെല്ലോസ്. ഈ കണ്ടില്ലേ, ഈ ഉള്ളിലേക്കുള്ള ഈ ഒരു ഇങ്ങനത്തെ ഇതിനാണ് ബെല്ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കംപ്രസ്ഡ് ആവും.
എന്നിട്ട് ഇത് ഇങ്ങനെയായി മാറും, സൈസ് കുറയും. അപ്പോൾ ഇത് കംപ്രസ്ഡായി മാറുമ്പോൾ എന്ത് പറ്റും, ഡ്രഗ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് വേപ്പർ പ്രഷർ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ നിന്നും ഡ്രഗ് റിലീസ് ചെയ്യുന്ന മെക്കാനിസം. വേപ്പർ പ്രഷർ ചേമ്പറിലുള്ള ഫ്ലൂയിഡ് വേപ്പറൈസ് ചെയ്യപ്പെടും ബോഡി ടെമ്പറേച്ചറിൽ. ബോഡിയുടെ അകത്ത് ഇംപ്ലാന്റ് വയ്ക്കുമ്പോൾ ദിസ് വിൽ ക്രിയേറ്റ് എ പ്രഷർ ഓവർ ദി ഫ്ലെക്സിബിൾ മെംബ്രെയിൻ. ബെല്ലോസ് എന്ന് പറയുന്ന ഫ്ലെക്സിബിൾ മെംബ്രെയിൻ്റെ മുകളിൽ ഒരു പ്രഷർ ഉണ്ടാക്കും. ആൻഡ് ദിസ് പ്രഷർ will result in the compression of these membranes. ഫ്ലെക്സിബിൾ ഇംപെർമിയബിൾ മെംബ്രെയിൻ്റെ കംപ്രഷൻ നടക്കുകയും ഡ്രഗ് പുറത്തേക്ക് റിലീസ് ആവുകയും ചെയ്യും, എക്സിറ്റ് പോർട്ട് വഴി റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതിന് എക്സാമ്പിളാണ് ഇൻഫ്യൂസൈഡ്. ഇൻഫ്യൂസൈഡ് എന്ന് പറയുന്ന ഇംപ്ലാന്റബിൾ ഡിവൈസാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഒരുപാട് ഡ്രഗ്സിൻ്റെ റിലീസിന് വേണ്ടിയിട്ട് ഇൻഫ്യൂസൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഇൻസുലിൻ, അതുപോലെ ദെൻ മോർഫിൻ, ഇതിൻ്റെ എല്ലാം റിലീസിന് വേണ്ടി ഇൻഫ്യൂസൈഡ് എന്ന് പറയുന്ന വേപ്പർ പ്രഷർ ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ദെൻ കംസ് ഹൈഡ്രോളിസിസ് ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇവിടെ ഒരു ബയോഡീഗ്രേഡബിൾ പോളിമറാണ് യൂസ് ചെയ്യാറുള്ളത്, ലൈക്ക് പോളി ഓർത്തോ എസ്റ്റർ ഓർ പോളി ലാക്ടൈഡ് കോഗ്ലൈക്കോളൈഡ്. അപ്പോൾ ഇവിടെ ഡ്രഗിൻ്റെ റിലീസ് സംഭവിക്കുന്നത് പോളിമർ ബേസ് ഹൈഡ്രോളൈസ് ചെയ്യപ്പെടുന്നതാണ്. ടിഷ്യൂ ഫ്ലൂയിഡിൽ വയ്ക്കുമ്പോൾ the polymer gets hydrolyzed and this results in the formation of micropores. അങ്ങനെ പോളിമർ ഹൈഡ്രോളൈസിസ് വഴി ഡീഗ്രേഡ് ചെയ്യുമ്പോൾ മൈക്രോപോർസ് ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ ഡ്രഗ് പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ഹൈഡ്രോളിസിസ് ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ലൂപ്രോൺ എന്ന് പറയുന്ന ഇംപ്ലാന്റ് ആണ്. ല്യൂപ്രോളൈഡ് അസറ്റേറ്റ് എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ യൂസ് ചെയ്യുന്ന ഏജൻറ്റ് റിലീസ് ചെയ്യുന്ന ഡിവൈസാണ് ലൂപ്രോൺ. സോ ദിസ് ഇസ് ഹൈഡ്രോളിസിസ് ആക്ടിവേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. അപ്പോൾ ആക്ടിവേഷൻ മോഡുലേറ്ററിൽ വേപ്പർ പ്രഷർ മോഡുലേറ്റഡ് ഡ്രഗ് ഡെലിവറി നോക്കി, ഹൈഡ്രോളിസിസ് നോക്കി, ദെൻ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ നോക്കി, ദെൻ ഹൈഡ്രേഷൻ നോക്കി. അപ്പോൾ ഇതിൽ ഓസ്മോട്ടിക് പ്രഷറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. വാൾസെറ്റ് പമ്പും ഡ്യൂറോസ് പമ്പുമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് IDDS or implantable drug delivery device is feedback regulated process. ഇവിടെ ട്രിഗറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രിഗറിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദി പ്രസൻസ് ഓഫ് എ പർട്ടിക്കുലർ മോളിക്യൂൾ ഇൻ ദി ബോഡി. ശരീരത്തിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോളിക്യൂൾ, ഒരു സ്പെഷ്യൽ ഭാഗത്തുണ്ടാകുന്ന മോളിക്യൂളിൻ്റെ പ്രസൻസ് ആണ് ഇതിൻ്റെ റിലീസ്, ഡ്രഗ് റിലീസ് സംഭവിക്കുന്നതിൻ്റെ ട്രിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ റിലീസ് ഓഫ് ഡ്രഗ് ഈസ് ആക്ടിവേറ്റഡ് ബൈ എ ട്രിഗറിംഗ് സിസ്റ്റം സച്ച് ആസ് എ ബയോകെമിക്കൽ മോളിക്യൂൾ ഇൻ ദി ബോഡി ത്രൂ സം ഫീഡ്ബാക്ക് മെക്കാനിസം. ആൻഡ് ദി റേറ്റ് ഓഫ് ഡ്രഗ് റിലീസ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ട്രിഗറിംഗ് ഏജൻറ്റ്. അപ്പോൾ ട്രിഗറിംഗ് ഏജൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് റേറ്റ് ഓഫ് ഡ്രഗ് റിലീസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബയോ ഇറോഷൻ റെഗുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇപ്പോൾ ബയോ ഇറോഷൻ റെഗുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ ദ ഡ്രഗ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ എ ബയോഡീഗ്രേഡബിൾ പോളിമർ മാട്രിക്സ് ലൈക്ക് പോളിവിനൈൽ മീഥൈൽ ഈതർ വിച്ച് ഈസ് കോട്ടഡ് വിത്ത് എ ഇമ്മൊബിലൈസ്ഡ് എൻസൈം. അപ്പോൾ ഡ്രഗ്, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഹൈഡ്രോകോർട്ടിസോൺ ആണ് ഡ്രഗ്. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് യൂറിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇമ്മൊബിലൈസ്ഡ് ഫോമിലുള്ള യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രഗ് റിലീസ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും യൂറിയയുടെ പ്രസൻസ് വരുമ്പോൾ, യൂറിയയുടെ പ്രസൻസ് ഉള്ള സ്ഥലത്തെത്തുമ്പോൾ യൂറിയേസ് എൻസൈം എന്ത് ചെയ്യും, യൂറിയേനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. യൂറിയേസ് എൻസൈം വിച്ച് ഈസ് പ്രസൻറ്റ് ഓൺ ദി ഡിവൈസ് വിൽ കൺവേർട്ട് the biochemical molecule urea into ammonia. അപ്പോൾ അമോണിയ ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ pH ആൻഡ് ദി pH ഇൻക്രീസസ്. അപ്പോൾ pH എന്ത് സംഭവിക്കും, pH കൂടും, 7 മുകളിലേക്ക് pH പോകും. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി റിലീസ് ഓഫ് ഡ്രഗ് ബൈ ദി പോളിമർ ഇറോഷൻ. അപ്പോൾ സാധാരണ ന്യൂട്രൽ pHൽ ഈ പോളിമറിന് പ്രത്യേകിച്ച് ഡീഗ്രഡേഷൻ ഒന്നും സംഭവിക്കില്ല, അതിന് ഡ്രഗ് റിലീസാവുകയില്ല.
യൂറിയ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ബോഡിയിൽ യൂറിയയുടെ പ്രസൻസ് ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റഡ് ആകും. ഇറ്റ് വിൽ കൺവേർട്ട് യൂറിയ ടു അമോണിയ. ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് pH ആൻഡ് അറ്റ് ഇൻക്രീസ്ഡ് pH ദി പോളിമർ എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ മീഥൈൽ ഈതറിൻ്റെയും പോളിവിനൈൽ മീഥൈൽ ഈതറാണ് നമ്മുടെ പോളിമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഹൈ pHൽ ഡീഗ്രേഡ് ആവും. എന്നിട്ട് ഡ്രഗ് അതിലൂടെ റിലീസാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബയോ ഇറോഷൻ. അവിടെ ഈ പോളിമറിന് ഇറോഷനാണ് സംഭവിക്കുന്നത്. പക്ഷെ എപ്പോഴും സംഭവിക്കുന്നില്ല. ഒരു പർട്ടിക്കുലർ ബയോകെമിക്കൽ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇറോഷൻ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ബയോ ഇറോഷൻ റെഗുലേറ്റഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം, ഹൈഡ്രോകോർട്ടിസോൺ എന്ന ഡ്രഗിനെ പോളി വിനൈൽ മീഥൈൽ ഈതറിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് അതിൻ്റെ മുകളിൽ യൂറിയേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ യൂറിയയുടെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് എത്തിയാൽ യൂറിയേസ് എന്താക്കി മാറ്റും? അമോണിയയാക്കി മാറ്റും. ഇത് pH കൂടാൻ കാരണമാകും. കൂടിയ pHൽ പോളിവിനൈൽ മീഥൈൽ ഈതർ ഡീഗ്രേഡ് ചെയ്യുകയും ഹൈഡ്രോകോർട്ടിസോൺ റിലീസ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് ദി മെക്കാനിസം ഓഫ് ഡ്രഗ് റിലീസ്. And the next type of feedback regulator process is bioresponsive drug delivery system. ഇപ്പോൾ ബയോറെസ്പോൺസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ ഒരു ബയോറെസ്പോൺസീവ് പോളിമർ മെംബ്രെയിൻ വെച്ചിട്ടാണ് നമ്മുടെ പോളിമർ ഡ്രഗ് മെട്രിക്സിനെ കോട്ട് ചെയ്തിട്ടുണ്ടാകുക. ഈ ബയോറെസ്പോൺസീവ് പോളിമർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർമിയബിലിറ്റി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ അതിൻ്റെ പെർമിയബിലിറ്റി ആൾട്ടർ ആവും. സാധാരണ അതിൽ പെർമിയബിൾ ആകില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ഈ ബയോറെസ്പോൺസീവ് പോളിമർ ഇറ്റ് ബിക്കംസ് പെർമിയബിൾ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ദി റിലീസ് ഓഫ് ഡ്രഗ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് ട്രിഗേർഡ് ഇൻസുലിൻ ഡെലിവറി സിസ്റ്റം. ഗ്ലൂക്കോസ് ട്രിഗേർഡ് ഇൻസുലിൻ ഡെലിവറി സിസ്റ്റത്തിൽ സാധാരണഗതിയിൽ ബയോറെസ്പോൺസീവ് പോളിമർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻസുലിനെ കോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇൻസുലിനാണ് ഈ കോറിലുണ്ടാവുക. ബയോറെസ്പോൺസീവ് പോളിമറാണ് അതിനെ കോട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഡ്രഗ് റിലീസാവില്ല. ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഈ പോളിമർ ഇറ്റ് ബിക്കംസ് പെർമിയബിൾ ആൻഡ് ഇൻസുലിൻ വിൽ ഗെറ്റ് റിലീസ്ഡ്. ഇതാണ് ബയോറെസ്പോൺസീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയുമാണ് IDDSൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഓസ്മോട്ടിക് പമ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 3 മെക്കാനിസംസ് വിച്ച് ഗവേൺ ദി ഇംപ്ലാന്റ്സ് പഠിക്കണം. അതിൽ ഓരോന്നിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കുക. ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു ഓസ്മോട്ടിക് പമ്പ്സ്. സോ ഇതോടെ യൂണിറ്റ് 2 കഴിയുകയാണ്. ഫ്രം നെക്സ്റ്റ് ലെക്ചർ ഓൺവേർഡ്സ് വി ക്യാൻ begin your 3rd unit. Okay, thank you.